പോക്കിമാന്റെ സ്റ്റിക്കർ മതി. അതും തപ്പി ഞാൻ ഇവിടെ പോവാനാ? കടക്കാരൻ ഏതോ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്, അതൊട്ടിച്ചാ മതി. എവിടെ? അത് അവിടെ എവിടെയുണ്ട്, നോക്ക്. അയ്യേ, ഇത് ബാർബിയാ. ഇത് പെണ്ണുങ്ങളുടെ സ്റ്റിക്കറാ, എനിക്ക് വേണ്ട. മമ്മി എനിക്ക് വേറെ മേടിച്ചു തന്നാ മതി. വാങ്ങി തരാടാ. വെക്കണേ അവിടെ. അമൽ, നീ എന്താ കാട്ടിയ? ഇവളെന്റെ പുസ്തകം തൊട്ടു, കള്ളി. അമ്മക്കുട്ടി അകത്തേക്ക് ചെല്ല. വേണമെങ്കിൽ ഒന്ന് തടവി കൊടുത്തേക്ക് പ്രതിവേട്ട. വിശാലിന്റെ സ്വഭാവം അറിഞ്ഞുകൂടെ? അവന്റെ സാധനങ്ങൾ ആരും തൊടുന്നത് അവന് ഇഷ്ടമല്ല. ചെല്ല, അകത്തേക്ക് ചെല്ല. എന്നെ സ്കൂളിൽ ചേർക്കുവോ? പൊടി കുറങ്ങി. നീ ഇവിടുത്തെ വേലക്കാരിയാ, സ്കൂളിൽ പോണം പോലും. എന്തിനാ മോൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവളും പഠിച്ചോട്ടെ. അയ്യോ, അല്ല, ഈ കൊല്ലത്തെ അഡ്മിഷനൊക്കെ കഴിഞ്ഞു പോയല്ലോ മോളെ. നമുക്ക് അടുത്ത കൊല്ലം ചേരാട്ടോ. വാ മോനെ വാ. വിഷമിക്കല്ലേ. ദേഷ്യം വന്നപ്പോ ചേച്ചി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതായിരിക്കും. എന്നാലും എന്നോട് ശത്രുവിനെ പോലെയല്ലേ ചേച്ചി പെരുമാറിയത്? എന്നോടുള്ള ദേഷ്യം തീർത്തതാ, അല്ലാതെ ഗോവിന്ദേട്ടനോടുള്ള ദേഷ്യമോ പകയോ ഒന്നും ആവില്ല. നിന്റെ ഈ നല്ല മനസ്സ് കാണാൻ ചേച്ചി കഴിയുന്നില്ലല്ലോ. അതാ എനിക്ക് കൂടുതൽ സങ്കടം. ഇനി എന്തായാലും താമസിച്ചാൽ പറ്റില്ല. നമ്മുടെ കല്യാണം ഉടനെ നടക്കണം. എൻ്റെ ഭാര്യ ഇറക്കി വിടാൻ ആർക്കും കഴിയില്ലല്ലോ. ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ച ഓർമ്മയുണ്ടോ? കല്യാണക്കാര്യം. ഓക്കെ, 1 മണിക്കൂറിനകം അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് രാംദാസ് ചെയ്യണം. വേറൊന്നുമില്ല, സബ് രജിസ്ട്രാറേയും കൊണ്ട് മാരേജ് രജിസ്റ്റർ ചെയ്യാൻ ഇങ്ങോട്ട് വരണം. സാക്ഷിയായിട്ട് രാംദാസ് തന്നെ ഒപ്പിട്ടാൽ മതി. താലി വാങ്ങിച്ചോളൂ. ശരി, പെട്ടെന്ന് കാര്യങ്ങൾ മൂവ് ചെയ്തോളൂ. ഓക്കെ, സന്തോഷമായ. 2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ കല്യാണം നടക്കും. ജേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷം പൂർണ്ണമായേനെ. ജാമ്യത്തിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ പിന്നെ. ഓ സോറി, ചേച്ചിയായിട്ടുള്ള സമരത്തിൽ ഞാനതങ്ങ് വിട്ടുപോയി. നിന്റെ ചേട്ടൻ ജയന് ഇന്ന് ജാമ്യം കിട്ടും. സമയം അറിയില്ല, എപ്പോഴായാലും ആളെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിന്റെ കാര്യങ്ങൾ മാത്രമല്ലേ ഇപ്പം എൻ്റെ തലയ്ക്കകത്തുള്ളത്. ചേച്ചി നിന്നെ അടിച്ചിറക്കാൻ ആൾക്കാരെയും കൂട്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് കല്യാണം നടന്നാൽ മതിയായിരുന്നു. നടക്കും. അല്ലെങ്കിലും എന്റെ ഗോവിന്ദേട്ടന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും പുരളാൻ ഈ വർഷം സമ്മതിക്കില്ല. ആരെ കൂട്ടി വന്നാലും നമ്മൾ ഒരുമിച്ച് എതിർക്കും. നമ്മുടെ ജീവിതം നമുക്കുള്ളതാ. അതീ കയറുന്ന ചവിട്ടിക്കുഴിക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല. അതെ, എങ്കിലും വർഷ, ചേച്ചിയെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട്. അറിയാം, പക്ഷേ ചേച്ചിക്ക് ആ വിഷമമില്ലല്ലോ. ഗോവിന്ദേട്ടനൊരു ജീവിതം കിട്ടുമെന്ന് കണ്ടപ്പോ കണ്ടില്ലേ കലാപം ഉണ്ടാക്കി ഇറങ്ങിപ്പോയത്? എന്തുകൊണ്ടാ? അസൂയ. എങ്കിലും ചേച്ചി നല്ല മനസ്സോടെ ചടങ്ങിൽ പങ്കെടുത്താലോ എന്ന് ഞാൻ ആശിച്ചു പോവുക. ഇല്ല ഗോവിന്ദേട്ടാ, ജീവിതത്തിൽ എല്ലായ്പ്പോഴും എല്ലാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനാവില്ല. ചിലപ്പോ സ്വന്തം രക്തമാണെങ്കിൽ കൂടി എതിർക്കേണ്ടി വരും. എല്ലാം ഓരോരുത്തരുടെ സ്വാർത്ഥതയാ.
ഗോവിന്ദേട്ടന്റെ സ്വത്തോ പ്രതാപമോ ഒന്നും ആഗ്രഹിച്ചല്ല ഞാൻ അങ്ങേ സ്നേഹിച്ചത്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള സന്മനസ് ഇന്ദിരേച്ചിക്കില്ലാതായിപ്പോയി. ഇന്ദിരേച്ചിക്ക് എന്നോട് പകയും വിദ്വേഷമാണ്. ആ പകയിൽ ഞാൻ മരിക്കേണ്ടി വന്നാലും അങ്ങേക്ക് വേണ്ടിയാണല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കുകയുള്ളൂ. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ശരീരത്തിൽ ഒരു തുള്ളി മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. വർഷ, നീ പ്രേതം. ഞാനിപ്പോ ഒരു പ്രേതോ? വർഷയുടെ പ്രേതം. പക്ഷേ ജീവനുണ്ട് കേട്ടോ. മനസ്സിൽ വികാരങ്ങളും ഉണ്ട്. എല്ലാം തകർന്നടിഞ്ഞതിന്റെ വേദന, ലോകത്തോട് മുഴുവനുള്ള പക, പറ്റാത്ത പ്രണയത്തിന്റെ നൊമ്പരം ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രേതം. വർഷ, വർഷ, ഞാൻ കരുതിയത് ആത്മഹത്യ ചെയ്തെന്ന് അല്ലേ? ചെയ്യാൻ ഒരുങ്ങിയതാ, നടന്നില്ല. പിന്നെ ശ്രമിച്ചതുമില്ല. ഭീരുത്വം എന്റെ രക്തത്തിലില്ല. അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ മരിച്ചേനെ. നിങ്ങളൊക്കെ കൂടി അത്രയും നല്ല സമ്മാനമല്ലേ എനിക്ക് തന്നത്? വർഷ പ്ലീസ്, വിധിയാണ് എന്നെ നിന്നെയൊക്കെ ഇങ്ങനെ ആക്കി തീർത്തത്. സുധീഷിനെ കുറ്റപ്പെടുത്തണ്ടെന്നല്ലേ? കൈ കഴുകാൻ എല്ലാവരും എടുത്ത് പ്രയോഗിക്കുന്ന സോപ്പാ വിധി. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ മനസ്സ് തന്നെ അതിന് കാരണം. ദരിദ്രവാസിയായ വർഷയിൽ നിന്ന് കോടീശ്വരിയായ വീണയിലേക്കൊരു ചാട്ടം. ചാട്ടത്തെക്കുറെ ചെളി പറ്റി. സുധീഷിനല്ല, എനിക്ക്. അത് കഴുകിക്കളയാൻ വിധി എന്ന സോപ്പ് വെച്ച് നീട്ടണ്ട. ഈ ചെളി ഞാൻ കൊണ്ട് നടന്നോളാം. എന്റെ കാമുക സമ്മാനിച്ചതല്ലേ? ഓ, ആളിപ്പോ വെറും കാമുകനല്ലല്ലോ, കോടീശ്വരിയുടെ ഭർത്താവല്ലേ? പക്ഷേ എന്റെ മനസ്സിന്റെ പ്രണയത്തേരിൽ സഞ്ചരിക്കുന്ന രാജകുമാരൻ ഇപ്പോഴും സുധീഷ് തന്നെയാ കേട്ടോ. വർഷ, കഴിഞ്ഞു പോയതിനൊക്കെ മാപ്പ് പറയാനേ എനിക്കിപ്പോ കഴിയൂ. ഇനി ദയവായിട്ട് എന്നെ വെറുതെ വിടണം. ഇതേ മട്ടിൽ മാപ്പ് പറയാൻ എന്റെ ഏട്ടൻ ഒരുക്കി വന്ന് നിന്നതല്ലേ സുധീഷിന്റെ മുന്നില്? മാപ്പിന് പകരം ചോദിച്ചത് 5 ലക്ഷം. ആ 5 ലക്ഷം ഞങ്ങളുടെ കുടുംബം തകർത്തത്, എന്റെ സ്വപ്നങ്ങൾ ചിതകൂട്ടി കത്തിച്ചു കളഞ്ഞത്. എന്റെ ഭാഗം ന്യായീകരിക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. നിന്റെ സങ്കടവും വിഷമമൊക്കെ നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും കേട്ടു നിൽക്കുകയുള്ളൂ ഞാൻ. ആണോ? എങ്കിൽ കേട്ട് രസിക്കാൻ നല്ലൊരു കാര്യം ഞാൻ പറയാം. നാളെ 11 മണിക്ക് എന്റെ വിവാഹ. എന്താ കാമുക മുഖത്തൊരു അമ്പരപ്പ്? എനിക്ക് കല്യാണം കഴിക്കാൻ പാടില്ലേ? ഞാൻ സുധീഷിനെ തന്നെയാ കല്യാണം കഴിക്കുന്നത്. സുധീഷ് ആണെന്ന് സങ്കല്പിച്ച് ഒരു രോഗിയായ 2ാം കെട്ടുകാരന്റെ മുന്നിൽ താലി കെട്ടാൻ ഞാൻ തലകുനിച്ചു കൊടുക്കും. എന്റെ സങ്കല്പത്തിനെതിരെ കേസ് കൊടുക്കാൻ ആർക്കും അവകാശമില്ലല്ലോ. അങ്ങനെ നാളെ തൊട്ട് ഡ്യൂപ്ലിക്കേറ്റ് സുധീഷിന്റെ ഭാര്യയാകും ഞാൻ. ഒറിജിനൽ സുധീഷ് അനുഗ്രഹിക്കാൻ വരുമോ? അല്ലേ വേണ്ട. താലി കെട്ടാൻ നേരം സുധീഷിനെ മുന്നിൽ കണ്ട ആ രോഗിയായ കോടീശ്വരന്റെ കയ്യിൽ നിന്ന് താലി തട്ടിപ്പറിച്ച് അത് സുധീഷിന്റെ കയ്യിൽ തന്നു പോകും ഞാൻ. വേണ്ട, എല്ലാം ഒരു സങ്കല്പല്ലേ. വലിയ കല്യാണ മണ്ഡപം, നാദസ്വരം, ആയിരക്കണക്കിന് ആളുകൾ ഒക്കെ സങ്കല്പ. രോഗിയായ ഭർത്താവും താലിയും ഈ ഞാനും മാത്രം സത്യം. നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കാം വർഷ. എനിക്ക് മാത്രം നല്ലത് വന്നാ പോരാ, എന്റെ ഭർത്താവിന് നല്ലത് വരണം. കേട്ട് കാണും ചിലപ്പോ ആളെ. ഗൾഫ് മേനോൻ, ഗോവിന്ദൻകുട്ടി മേനോൻ, GK എന്ന് പറയും. സോ യു ആർ ഇൻവൈറ്റഡ്. ആ മനുഷ്യനും കൂടി നന്മ വരാൻ പ്രാർത്ഥിക്കണേ.
അല്ല, ഇതെന്താ കണ്ണും തുറന്ന് ഉറക്കമാണോ? ഫയൽ ഒരുപാട് നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി? വല്ലാതെ മൂഡ് ഔട്ട് ആണല്ലോ. എന്താന്ന് പറ. വന്നു കയറിയപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്നോട് പറഞ്ഞൂടെ? ഞാനിന്ന് വർഷയെ കണ്ടിരുന്നു. തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പോകുന്ന വഴിക്ക് കാത്തു നിന്ന് അവൾ എന്നെ തടഞ്ഞു നിർത്തിയതാ. അവള് നാട് വിട്ടതല്ലേ? അവൾ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തിനാ തടഞ്ഞു നിർത്തിയത്? അവളുടെ കല്യാണക്കാര്യം പറയാൻ. നാളെ അവളുടെ വിവാഹം. അതാണോ ഇത്ര അസ്വസ്ഥത? എന്താ, അവൾക്ക് കല്യാണം കഴിച്ചൂടെ? ഛേ, നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? അവള് കല്യാണം കഴിക്കുവോ നാട് വിടുവോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അതിന് എനിക്കെന്താ? പിന്നെന്തിനാ ഈ മൂഡ് ഔട്ട്? അതുകൂടി പറ. വേറൊന്നുമില്ല, അവള് പറഞ്ഞ ചില കാര്യങ്ങള് നമ്മളെല്ലാരെയും ബാധിക്കുന്നതാ. എന്തൊക്കെയാ അവള് പറഞ്ഞേ? അവള് കല്യാണം കഴിക്കാൻ പോകുന്നത് പ്രശസ്ത ബിസിനസ്സുകാരനായ GK മേനോനെയാ, ഗൾഫ് മേനോൻ. അയാളല്ലേ നമ്മുടെ കമ്പനിക്ക് ഓപ്പോസിറ്റായി പുതിയ കമ്പനി തുടങ്ങിയത്? അതെ, അതിന്റെ പിന്നിൽ വർഷയുടെ ബുദ്ധിയാ. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളുടെയൊക്കെ പുറകിൽ വർഷയാണെന്നാണോ സുധീഷേട്ടാ? അങ്ങനെയാ വർഷയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ കമ്പനി നശിപ്പിക്കാന്നുള്ളത് അവളുടെ പ്രധാന ലക്ഷ്യം. ഇപ്പൊ അറിഞ്ഞല്ലോ കാര്യങ്ങള്. ഇനി അവള് നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരട്ടെ. വീണ, ഇതെങ്ങനെ നിസ്സാരമാക്കി തള്ളണ്ട. ഗൾഫ് മേനോനെ കുറിച്ച് നിനക്കറിയില്ല. ഹിസ് എ മൾട്ടി മില്യണയർ. അയാളും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ കളിയെങ്കിൽ നമ്മൾ നശിക്കും, അതുറപ്പാ. ഇങ്ങനെ പേടിച്ചാലോ സുധിയേട്ടാ? അവള് പണം കൊണ്ട് കളിക്കുമ്പോ നമ്മൾ ബുദ്ധി കൊണ്ട് കളിക്കണം. പണത്തേക്കാൾ ശക്തി എപ്പോഴും ബുദ്ധിക്ക് തന്നെയാ. നമ്മൾ ജയിക്കും. ഒരു പീറ പെണ്ണിന്റെ മുമ്പിൽ തോറ്റുകൊടുക്കാനല്ല നമ്മൾ ഈ ജീവിതം കെട്ടിപ്പടുത്തത്. എങ്കിലും എനിക്കെന്തോരു ഭയം അല്ലേ? എന്തിനാ ഭയക്കുന്നേ? ഞാനില്ലേ കൂടെ? അതല്ല വീണ, അവള് നീ കരുതുന്ന പോലെ അല്ല. വലിയ തന്റെടക്കാരിയാ. ഒരു കാര്യം തീരുമാനിച്ചാ പിന്നെ പിന്നോട്ടില്ല. ഇനിയിപ്പോ ഒരു കാര്യം എന്തായാലും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. എന്റെ സുധീഷേട്ടനെ സ്വന്തമാക്കുന്ന കാര്യം ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ എന്ത് കാര്യം വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ, നടപ്പിലാക്കുകയും ചെയ്യട്ടെ. എനിക്കൊരു പ്രശ്നമില്ല. എന്റെ സുധീഷേട്ടനെ ഞാൻ ആർക്കും കൊടുക്കില്ല. എന്റെ മാത്രം ആയിരിക്കണം. എന്നാ ഇനി താമസിക്കണ്ട, താലി കിട്ടിക്കൊള്ളു. നിർത്ത്. ഈ വിവാഹം നടക്കില്ല. എതിർപ്പുണ്ട് ഞങ്ങൾക്ക്. ചേച്ചി വേണ്ട, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്. ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട സ്വത്ത് വല്ലവളും അങ്ങനെ കൊണ്ടുപോകണ്ട. എന്റെ വീട്ടിലേക്ക് കയറാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? ഇറങ്ങി വെളിയിൽ. ഇല്ലെങ്കിലോ അടി നേരെ നിൽക്കാൻ ശക്തിയില്ല, എന്നിട്ടാ അടിച്ച് പുറത്താക്കുന്നത്. ഏ മിസ്റ്റർ, വീട്ടിനകത്ത് കയറി വന്ന് തെമ്മാടിത്തരം കാണിച്ച് വെറുതെ വിടുന്നു കരുതണ്ട. കൊരയ്ക്കുന്നോടി നീ. ആദ്യം നീ ഇറങ്ങി വെളിയില്. കഴുത്തിന് പിടിച്ച് തള്ളട ഇവിടെ. ഇങ്ങോട്ട് മാറി. അതെ. എന്റെ പെങ്ങളമേൽ കൈവയ്ക്കാൻ ഇനി ആർക്കട ധൈര്യം? ഒരുത്തനെ കൊന്ന് ജയിലിൽ പോയവനാ ഞാൻ. ഇനി 2 or 3 ജീവനെടുത്താലും ഈ ജയനെ എല്ലാം ഒരുപോലെയാ. ഇറങ്ങട പുറത്ത്. നിക്ക്. നേതാവ് അങ്ങനെ അങ്ങോട്ട് പോയാലോ? കല്യാണം കൂടി രജിസ്റ്ററിൽ സാക്ഷിയായി ഒപ്പിട്ട ശേഷം പോയാ മതി. ഞങ്ങൾ എന്താണ് വേണ്ടത്? നിക്കണോ പോണോ? കല്യാണം നടക്കണം, നടന്നേ പറ്റൂ. ചെല്ലുമോളെ.